നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നേരം പുലരുമ്പോൾ കോട്ടയത്തെ ഒരു കുടുംബത്തിന് നഷ്ടം അത് നികത്താനാവാത്തതാണ്. ആ കുടുംബത്തിന്റെ എല്ലാമായ അത്താണിയായിരുന്ന, അവിടെയുള്ള 2 മക്കളുടെ എല്ലാ പ്രതീക്ഷയുമായിരുന്ന അവരുടെ അമ്മ, അവരുടെ വെളിച്ചമായിരുന്ന അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം ആശുപത്രി കെട്ടിടത്തിനടിയിൽ ശ്വാസം നിലച്ച് നെരിഞ്ഞ് അമർന്നപ്പോൾ ആരും അറിയാതെ പോയി ആ അമ്മ ആ കെട്ടിടത്തിന്റെ അടിയിലുണ്ട് എന്നുള്ള കാര്യം. ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട പരാമർശങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണത്. ഈ വിഷയത്തിൽ പാഞ്ഞെത്തിയ മന്ത്രിമാരുടെ ഇടപെടൽ വൈകിയതോടുകൂടി ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. സംസ്ഥാന വ്യാപകമായി മന്ത്രിക്കെതിരെ ഇന്ന് പ്രതിഷേധ യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിൽ നിന്നും വീണയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ CPM ലോക്കൽ കമ്മിറ്റി അംഗം വീണ ജോർജിന് MLA ആയി ഇരിക്കാൻ പോലും അർഹതയില്ല എന്നാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ഫേസ്ബുക്കിൽ കുറിച്ചത്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ. മാത്രമല്ല, പലരും ആക്ഷേപമായി ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയം ഇപ്പോൾ മറയാക്കാനായി ഒരുപക്ഷെ VS അച്യുതാനന്ദന്റെ മരണം പോലും ഇവർ നടത്തിയേക്കാമെന്നടക്കമുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ വെന്റിലേറ്ററിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ജീവൻ പോലും കളയാൻ ഇവർ മടിക്കില്ല. ഈ വിഷയം മാധ്യമങ്ങളും എല്ലാവരുടെയും ഒരു ശ്രദ്ധ മാറ്റാനായി ഒരുപക്ഷെ ഇവർ അതിലേക്ക് തിരിയാനുള്ള സാധ്യത പോലും, അത്തരം കടുങ്കൈ ചെയ്യാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് എന്നുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും സന്ദേശങ്ങളും ഒക്കെ തന്നെ വരികയാണ്. എന്തായാലും വീണ ജോർജിന് ഒരു മന്ത്രി പോയിട്ട് ഒരു MLA പോലും ആയിരിക്കാനുള്ള അർഹത തൽക്കാലം ഇല്ല എന്ന് പറയുകയാണ്. കൂടുതലൊന്നും പറയിപ്പിക്കരുത്, പറയുന്നില്ല എന്നും ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായി മന്ത്രിക്കെതിരെ വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പുറത്താക്കപ്പെട്ട പത്തനംതിട്ട CWC ചെയർമാൻ പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഇരവിപേരൂർ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ N രാജീവാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കുട്ടിയായിരിക്കെ താൻ ക്ലാസ്സിൽ പരീക്ഷാ ദിവസം വയറുവേദന എന്ന കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മന്ത്രി വീണ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ എത്തിയത് എന്നുള്ള, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ വരികയാണ്. കൊടുത്താൽ എവിടെ വേണമെങ്കിലും കിട്ടുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രതിയായ പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറി ആരോപണത്തിലാണ് N രാജീവിനെ CWC ചെയർമാൻ ആ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ സസ്പെൻഡ് ചെയ്തത്. വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. സൂപ്രണ്ടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടുകൂടി യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതോടുകൂടി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തി. വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടി പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർ അപകട മേഖല എന്ന ബോർഡ് സ്ഥാപിച്ചു. മലപ്പുറം, പാലക്കാടും തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. മലപ്പുറത്തും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. മന്ത്രിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇന്നും ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തങ്ങളെ കാണാൻ മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്നും ഞങ്ങൾക്ക് പോകേണ്ടതുവരൊക്കെ തന്നെ പോയിരിക്കുകയാണ്. മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇതിന് തുടർ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് പ്രതികരിച്ചു. ഇന്ന് 11 മണിക്കാണ് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് രാവിലെ ആ വീട്ടിൽ അമ്മയുടെ അടങ്ങാത്ത കണ്ണീരിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ബിന്ദുവിന്റെ മകനും കരഞ്ഞു തളർന്ന് അവിടെ ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കുകയാണ്. മകൾക്ക് ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മകൾ ഇപ്പോൾ അമ്മയെ അവസാനമായി കാണാൻ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണ്ടു നിൽക്കാൻ കഴിയില്ല ആ വീട്ടിന്റെ നിലവിലെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും അച്ഛന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കെട്ട വെടിഞ്ഞു വീണു അവൻ ഓടി വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ഓടി ചെന്നപ്പോൾ എൻ്റെ ഭാര്യയും കാണാനില്ല, മകളെയും കാണാനില്ല.
ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യും? ഞാൻ എല്ലായിടത്തും തിരക്കിയപ്പോൾ ഈ വിവരം വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അവിടെ ഭാര്യയും മകളെയും കാണാനില്ലാത്തപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ പാർട്ടി കിടന്ന നമ്മുടെ ഇപ്പം ഈ ബിന്ദു ഇരുന്ന പാർട്ടി, എൻ്റെ കൊച്ചിരുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി. കെട്ടിടം ഇടിഞ്ഞ് വരിക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് വന്നപ്പം ഈ കുഞ്ഞ് പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞത് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവള് മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത്. ഈ ബഹളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരോട് പുറത്തു പോയെന്നാണ് എനിക്ക് തന്നെ തോന്നിയത്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റി പോയി നോക്ക്, അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇവിടുന്ന് പോയ കുറേ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓടി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ടില്ല. പിന്നെ പോലീസുകാരെല്ലാം അവിടെ പിടിച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പിന്നെ പിന്നുള്ള കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ എന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു. അതാ ബോഡി കിട്ടി, JCB വന്ന് കുത്തി എടുക്കുമായിരുന്നു. JCB റാമ്പിൽ കൂടെ വരാനൊക്കെ പാടാത്. മെഡിക്കൽ കോളേജിൻ്റെ റാമ്പിൽ കൂടെ വരണ്ടായത്. വന്നിട്ട് ഒരു സൈഡിലാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. അവിടെ നിന്നെല്ലാം പിന്നെ JCBയുടെ കൈ വെച്ച് കുത്തി ഇളക്കി സ്ലാബിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ആ ഭാര്യയുടെ കാര്യം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ്, ഇത് നിങ്ങളുടെ ആണെന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കാണാം മുഖമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ അല്ലെന്ന് പറഞ്ഞു. ഒരു 80 വയസ്സ് പ്രായമുള്ളൊരു തള്ളയുടെ മാതിരി രൂപം. പക്ഷേ കൈകാല് കണ്ടപ്പം അടയാളമൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ആളാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സ്ഥിരീകരിച്ച് അവനുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ രാവിലെ അവിടെ കുളിക്കുകയല്ലായിരുന്നു? അതെങ്ങനെ അത് ശരിയാവുന്നത്? അവിടെ വന്ന ആൾക്കാരുടെ മൊഴികളുണ്ടല്ലോ, അവിടെ കിടന്ന ആൾക്കാർ. അവർ പറഞ്ഞത് നിങ്ങളൊക്കെ ചാനലുകാരൊക്കെ കണ്ടില്ലേ? എന്നാ പറഞ്ഞേ? അവിടെ അന്നും കുളിച്ചതാ, അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയതാ, ആ വാർഡ് ഉപയോഗിച്ചതുവാ. അപ്പൊ പിന്നെ അവർ പറയുന്നതിനകത്ത് എന്നാ കാര്യമുണ്ട്? ഉപയോഗിക്കുന്ന കെട്ടിടം ഒരു 10-15 ബെഡും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെ ആയിരുന്നത്. ഞങ്ങൾ 1-ാം തീയതി ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കില്ലയോ? രാവിലെ കുളിയൊക്കെ അവിടെ ചെയ്യും. എനിക്ക് പറ്റത്തില്ല, ലേഡീസാ. അപ്പോൾ വാർഡ് പിന്നെ വനിതാ വാർഡായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ പുറത്താണ് ഇതെല്ലാം കഴിയുന്നത്. ഭാര്യയും മക്കളും ഒക്കെ അതിനകത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല. അവിടെ നിരന്തരം അവിടെ വന്ന് ഡോക്ടർ റൗണ്ടിന് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. ആ ഭാഗം, ആ വാർഡ്. അവിടെ ഏത് സമയത്തും ആളുണ്ട്. ചെരുപ്പിട്ട് കയറത്തിൽ ICU മാതിരി അങ്ങനെയുള്ള ഒരു വാർഡാണ് അത്. അവിടെ രാവിലെ ഈ പറയുന്ന രീതിയിൽ ബാത്റൂമിലൊക്കെ പോയി ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലുള്ള സംവിധാനം. ഈ സംവിധാനത്തിലുണ്ടായ ഒരു പാകപ്പിഴ അത് മൊത്തത്തിൽ അല്ല, ഇവരിത് പറഞ്ഞത് അവിടെ അങ്ങനെ ഉപയോഗിച്ചില്ല, വേസ്റ്റ് ഇടുന്നതാണ് ഈ ബാത്റൂം. അത് ശരിയല്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നല്ലോ. നിങ്ങൾ ആ റിപ്പോർട്ടൊക്കെ പിടിച്ചില്ലയോ? അവിടെയുള്ള ആൾക്കാരുടെ വാർഡിൽ കിടന്ന ആൾക്കാരുടെ റിപ്പോർട്ട് നിങ്ങൾ പിടിച്ചില്ലയോ? അത് ഉപയോഗിക്കുന്ന അവിടെ കിടന്ന ആൾക്കാരുണ്ട്. ആ ബെഡിൽ കിടന്ന ഏതാണ്ട് 10-15 ആൾക്കാർ, വയ്യാത്ത ആൾക്കാർ, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. രാവിലെ എൻ്റെ മോളും രാവിലെ അവിടെ എൻ്റെ ഭാര്യ കൊണ്ട് കുളിപ്പിച്ചയാ. എൻ്റെ മോളെ അവിടെ തന്നെ ആ ബാത്റൂമിൽ തന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിച്ച്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പുറത്താണ് കിടക്കുന്നത്. എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പം ഇവർ കുളിച്ചൊക്കെ റെഡിയാക്കി മോളെ കുളിപ്പിച്ചിട്ട് ഇവളും കുളിച്ചിരിക്കുക. അല്ല, എൻ്റെ ഭാര്യ അന്നൊന്നും മരിച്ചിട്ടില്ല. ഇത് 11-10 എനിക്കറിയത്തില്ല സമയം. ആ സമയത്ത് അങ്ങനെയല്ലേ ഇത് ഇടിയുന്നത്. അപ്പോൾ രാവിലെ ഇതെല്ലാം കുളിച്ച് നല്ല കൃത്യമായിട്ട് നിൽക്കുക. അത് ഉപയോഗിച്ചിട്ടില്ല, അത് ആ വാർഡ് നമ്മൾ എടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പം ആരെ പറ്റിക്കാനത്? എവിടെ? ബിന്ദു മാത്രമല്ല, ആ വാർഡിൽ കിടക്കുന്നതിന് മൊത്തം ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 10-15 പേര് കിടക്കുന്ന ബെഡുള്ളത് ഒരു വാർഡിൽ ഉപയോഗിക്കുന്ന ബാത്റൂം അവർക്കുള്ളതാണ്. ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് മന്ത്രി തലത്തിലോ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലോ ഒന്നും ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തൊന്നും ഇല്ലില്ല. അവിടെ MLA വന്ന്, അത് അവിടെയും വന്ന് ആശ വൈക്കം. പിന്നെ പോയിട്ട് ചാണ്ടിയമ്മന വന്നേ. ആദ്യം ചാണ്ടിയമ്മൻ വന്ന്, പിന്നെ വാസവ സാറൊക്കെ വന്ന്. ഞാനത് അന്നേരം എനിക്ക് ടെൻഷൻ, ഒറ്റയ്ക്ക് എനിക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല. പിന്നെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ സാറുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. അങ്ങനെയുള്ളവർ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസവാക്ക് ഇവരെ ഇന്ന് ഉണ്ടായിട്ട് തന്നിട്ടില്ല. ഒന്നും പറ്റത്തില്ല. ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഞാൻ അതിനെ ബലം പിടിക്കാതെ ഞാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ ഈ വീടിന്റെ പരിസരവും കാര്യങ്ങളും കണ്ടോ. പിള്ളേരുടെ കാര്യം, 2 പിള്ളേരുടെ കാര്യം അധോഗതിയായി. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഒരു ജീവിതത്തിൽ അവളാണ് ഈ തള്ളി നീക്കിയത്. ഞാൻ അതിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയാണ് ഇത് തള്ളി നീക്കി പിള്ളേരെ ഈ പരുവത്തിലാക്കി. നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഒറ്റ കാരണം എൻ്റെ ഭാര്യയാണ്, ബിന്ദുവാണ്.
ഇല്ലാത്ത പൈസ മുടക്കി ഇതൊക്കെ ഒപ്പിച്ചതും എൻ്റെ ഭാര്യ തന്നെ. ഈ ലോണിനൊക്കെ പോയി കട്ടപ്പിടിയും മഴയും പോയി ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഭാര്യ തന്നെ. എല്ലാം അവള് തന്നെ. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അവിടെ. അത് അവരിന്നലെ വന്നവർ പറഞ്ഞ് മകളുടെ ചികിത്സ നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ കോളേജുകാർ നടത്താമെന്നാണ് പറഞ്ഞ് ഓപ്പറേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ കൂടി ആലോചിച്ച് ചെയ്യാമെന്നാണ് ഇവിടെ അവരുടെ പാർട്ടി എന്ന് പറഞ്ഞത് വന്നായിരുന്നവർ. എന്തായാലും ചികിത്സാ കാര്യങ്ങൾ അവർ മെഡിക്കൽ കോളേജുമായിട്ട് എത്രയും പെട്ടെന്ന് നടത്താം. അത് എൻ്റെ സൗകര്യത്തിന് നമ്മുടെ സൗകര്യത്തിന് നടത്താമെന്ന് അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും നടത്താം. കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ 50 ഉണ്ട്. അത് പല വഴിക്ക് 50. അത് 50 എന്ന് പറയുന്ന കൊച്ചിനെയും ചെറുക്കനെയും പഠിപ്പിച്ചല്ലോ. ഇത് ബാങ്കിൽ വായ്പ 5 ലക്ഷമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാ സ്വർണ്ണമൊക്കെ അതിന് എനിക്ക് കൃത്യമായിട്ട് രേഖ പറയാറ്. ഇതെല്ലാം പ്രമാണമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഇത് നീക്കിക്കൊണ്ടിരുന്നത്. എല്ലാം നോക്കിയിരുന്ന അവള് തന്നെ. എല്ലാം നോക്കിയത്, ഈ വീട് നോക്കിയത് അവള് തന്നെ. അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രായം അമ്മ ഇരിക്കുക. അതിനെല്ലാം ഞങ്ങൾ തരണം ചെയ്ത ബിന്ദു തന്നെ. 300 രൂപയേ ഉള്ളൂ ദിവസം കിട്ടുന്നത്. അതിനകത്ത് 50 രൂപ പുള്ളിക്കാരത്തി കാല് വയ്യാത്തതുകൊണ്ട് രാവിലെ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പോയിട്ട് 250 രൂപയാണ് അതിന് വരുമാനം കിട്ടുന്നത്. ഈ 250 രൂപത്താണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് അസുഖം വരും, എൻ്റെ അമ്മയ്ക്ക് വരും ഒക്കെ ഇതിനകത്ത്. നിങ്ങൾ കണ്ടില്ല, ആ വീട് കണ്ടോ കിടക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്ന് 2.5 സെന്റ് ബസ്സേ ഉള്ളത്.